ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ 100% മുസ്ലിങ്ങൾക്കാണെന്ന മുസ്ലിം ലീഗിന്റെ വാദം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഹർജിക്കാരനായ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ വ്യക്തമാക്കി. മുസ്ലിങ്ങൾക്ക് അനുവദിച്ച സ്കോളർഷിപ്പിൽ 20% ഔദാര്യമായി നൽകിയതാണെന്ന വാദം വസ്തുതാവിരുദ്ധവും അടിസ്ഥാനരഹിതവുമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 80-20 അനുപാതം ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയതോടെയാണ് 100% മുസ്ലിങ്ങൾക്കാണെന്ന വിചിത്ര വാദവുമായി മുസ്ലിം ലീഗ് എത്തിയത്. 20% മറ്റു വിഭാഗങ്ങൾക്ക് മാറ്റിവെച്ചത് സംബന്ധിച്ച് അന്നു മുതൽ തന്നെ ആരോപണം ഉയർന്നിരുന്നുവെന്നാണ് ലീഗ് ഉന്നയിക്കുന്നത്. എന്നാൽ ഈ ആരോപണം എന്തുകൊണ്ട് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടില്ലെന്ന് തന്നെ ഇതിന്റെ കള്ളി വെളിച്ചത്താക്കുന്നുവെന്നാണ് അഡ്വക്കേറ്റ് ജസ്റ്റിൻ വ്യക്തമാക്കുന്നത്. സർക്കാർ ഉത്തരവ് തന്നെ ഭരണഘടനാ വിരുദ്ധമാണെന്നറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാതിരുന്നതെന്ന് വ്യക്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ചോദ്യം ചെയ്തിരുന്നുവെങ്കിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ നടപടി അന്ന് തന്നെ റദ്ദാക്കുമായിരുന്നുവെന്നും ജസ്റ്റിൻ വ്യക്തമാക്കി. ഇന്ത്യയിലെ മൈനോറിറ്റി ഷെഡ്യൂളിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഷെഡ്യൂളിനകത്ത് വന്നിരിക്കുന്ന 6 മൈനോറിറ്റി കമ്മ്യൂണിറ്റികൾക്കും വേണ്ടി കൂടിയാണ് മൈനോറിറ്റി കമ്മീഷൻ നിലവിൽ രൂപീകരിച്ചത്. അത് സെൻട്രലിലോ അതെ സ്റ്റേറ്റിലോ അതെ. അപ്പം അങ്ങനെ വരുമ്പോൾ 6 സമുദായങ്ങൾക്കും തുല്യമായ രീതിയിൽ അവകാശങ്ങൾ കൊടുക്കാൻ ഈ മൈനോറിറ്റി കമ്മീഷൻ ബാധ്യസ്ഥരാണ്. കോടതി വിധി വന്നതിന് ശേഷം മുസ്ലിം സമുദായത്തിൻ്റെ പല പ്രമുഖരായിട്ടുള്ള ആളുകൾ, ഡോക്ടർ ഫസൽ ഗഫൂറിനെ പോലെയുള്ളവരൊക്കെ സമുദായത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഈ കേരള ജനതയുടെ ഉള്ളിൽ, കേരള ജനസമൂഹത്തിൻ്റെ ഉള്ളിൽ ഒറിജിനൽ മതസ്പർദ്ധ വളർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ 2015 മുതൽ ഈ 20% അവർ പറയുന്ന 20% നമുക്കൊരു ആനുകൂല്യമായിട്ട് തന്നു അല്ലെങ്കിൽ നമ്മൾ അടിച്ചെടുത്തു എന്നൊക്കെയാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഗവൺമെൻറ് ഈ ഉത്തരവിനെ അവർ ഇന്ന് വരെ ചലഞ്ച് ചെയ്തില്ല? അവർക്ക് ചലഞ്ച് ചെയ്യാമായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് അവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുവാണെങ്കിൽ അവർ അവരുടെ സമുദായത്തെ വഞ്ചിക്കുമല്ലോ. ഇതേ അവർ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുവാണെങ്കിൽ അത് മുസ്ലിം സമുദായം മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ കേസ് കൊടുത്തിരിക്കുന്ന ഒരു കാരണവശാലും മുസ്ലിം സമുദായത്തിനെതിരെയല്ല, നമ്മൾ ഗവൺമെൻറ്റിനെതിരെയാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. എല്ലാ ന്യൂനപക്ഷങ്ങൾക്കുമായി രൂപീകരിച്ച വകുപ്പിൽ ഒരു മതത്തിന് മാത്രമായി പദ്ധതി തയ്യാറാക്കുന്നത് നീതിരഹിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭരണഘടനാപരമായി തന്നെ ഇത് നിലനിൽക്കില്ലെന്നും ജസ്റ്റിൻ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് ഷെക്കേന ന്യൂസ്.